പോരാട്ടം വോട്ടിൽ മാത്രമല്ല വാക്കുകളിലും. ന്യൂസ് 10 ജനങ്ങളിലേക്ക്. ഏറനാട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഏറനാടും സംസ്ഥാനവും ഒക്കെ തന്നെ ഏറെ ഇലക്ഷൻ ചൂടിലാണ്. കാക്ക, എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടൊക്കെ? നല്ലതുണ്ട്. ആരാണ് ഈ മണ്ഡലത്തിന്റെ സാധ്യത കാണുന്നത്? ഇവിടെ സാധ്യത കാണുന്നത് മറ്റേ നമ്മളെ പറയല് ആരാണ് സ്ഥാനാർത്ഥി? പി.കെ. ബഷീറാണോ അതോ ഷഫീറാണോ? ബഷീറാ ഇവിടെ ജയിക്കുക. എന്താണ് ബഷീർ എന്താ കാരണം എന്ന് പറയുന്നത്? ഞാനിവിടെ ഒരുപാട് പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ആര് ഭരണം വരും? സംസ്ഥാനത്ത് UDF വരും. UDF വരും. ഉറപ്പാണോ? ഉറപ്പന്നെ. എത്ര സീറ്റിൽ വരും? ഈ 89 സീറ്റ് 87 സീറ്റിലൊക്കെ വരും. 87 സീറ്റിലോ? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. എന്താണ് ഈ ഒരു മണ്ഡലത്തിന്റെ സാധ്യത? ഈ മണ്ഡലത്തില് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ബഷീറൊക്കെ അടിപൊളിയായിട്ട് ജയിച്ചു കയറും. എന്താണ് അത്ര കോൺഫിഡന്റോട് പറയുന്നത്? കുട്ടിയല്ലേ? പുലിക്കുട്ടിയാണ്. ഓക്കെ. അങ്ങനെയാണ് ഈ സംസ്ഥാന ഭരണം എന്താണ്? സംസ്ഥാന ഭരണം ഈ പ്രാവശ്യം മാറും എന്നുള്ള തന്നെയാണ് പൊതുവെ നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ, താങ്ക് യു. വളരെ പ്രത്യേകമായിട്ടുള്ള ചൂട് ഇലക്ഷൻ ഇവിടെ മലപ്പുറയിൽ എന്ത് ഇലക്ഷനാ? ഇല്ല. ഈ മണ്ഡലത്തെ കുറിച്ച് എന്താണ്? ഈ മണ്ഡലത്തെ UDF വൈദ്യിച്ച മണ്ഡലല്ലേ? അതെന്താ അങ്ങനെ അത്ര ഒരു കോൺഫിഡന്റോട് പറയുന്നത്? അങ്ങനെയല്ല ഉണ്ടായാലേ സാധാരണ മണ്ഡലത്തിന്റെ ഇലക്ഷൻ ചൂട് പുറമേ ചൂടാണ്. ഇലക്ഷന്റെ ചൂടൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ചൂടേ നമ്മളെ ബഷീറൊക്കെ ജയിക്കും. അത്ര കോൺഫിഡന്റോട് പറയുന്നത് ഇവിടെ അങ്ങനെയാണ്. ഇവിടെ മാത്രമേ മറ്റുള്ള വല്ല അല്ലല്ലോ അങ്ങതിയില് ആരില്ല. ഇടതുപക്ഷം ഇവിടെ ദുർബലമാണ് എന്റെ അഭിപ്രായത്തിൽ. അങ്ങനെയുണ്ടോ? അത്ര പോരാ. സംസ്ഥാനത്ത് എന്താണ്? സംസ്ഥാനം ഇടതുപക്ഷം ഉറപ്പാണ്. സംസ്ഥാന ഇടതുപക്ഷം. ഓക്കെ. എത്ര സീറ്റ് വരും? 80 82. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ. നമ്മളെ ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ തകൃതി നടക്കുകയാണ്. എന്താണ് ഈ മണ്ഡലത്തിനെ കുറിച്ച് സ്ഥിതി? മണ്ഡലത്തിനെ കുറിച്ച് കുഴപ്പമില്ല. ആര് ജയിക്കുന്ന പറയുന്നത്? ഇവിടെ UDF ജയിക്കാൻ സാധ്യത. സംസ്ഥാനത്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സംസ്ഥാനത്തിൽ പൊതുവെ അങ്ങനെയാണ്. UDF. പുറമെ ചൂടുണ്ടായതുകൊണ്ടാണോ? വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.